ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ ഒരു ഓണം വ്ളോഗാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് കാലത്ത് 5:30 അലാറം വെച്ച് ഷാർപ്പ് 5:30 ഞാൻ എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റ് ഓട്ടാലായിട്ടായിരുന്നു, കാരണം ഒരു പരിപാടിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എഴുന്നേറ്റ പാട് ഞാൻ ഏട്ടനെ കൊണ്ട് ഡോറൊക്കെ തുറപ്പിച്ച് ആദ്യം തന്നെ അകമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടു കേട്ടോ. അതിനുശേഷം പിന്നെ സിറ്റ് ഔട്ട് മാത്രം ഒന്ന് തുടച്ചിട്ടിട്ട് ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഒന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും നൂല് തപ്പലും അതുപോലെ അമ്പാടീൻ്റെ പെൻസിലും കൊണ്ട് എന്താ പറയുക കളം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് അത്രപ്പാടായിരുന്നു കേട്ടോ. അത് ആറിക്കിട്ടിയ പിന്നെ അതിന് ശേഷമാണ് പൂവൊക്കെ ഉതിർത്തിടാൻ നിൽക്കുന്നത്. അപ്പോഴത്തേനും അമ്പാടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. സമയം ഏതാണ്ട് 6:30-7 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇരുന്നിട്ട് വട്ടത്തിലിരുന്നിട്ട് സിറ്റ് ഔട്ടിലിരുന്ന് പൂ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പൂവൊക്കെ ഞാൻ ഇങ്ങനെ പേപ്പറിലോട്ട് എന്താ പറയുക കവർന്ന് ചെരിഞ്ഞിട്ടിട്ടതിന് ശേഷം എല്ലാവരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ജമന്തിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ. ഈ മല്ലികയൊക്കെയാണ് കുറച്ച് ടാസ്ക്. അപ്പോൾ ആദ്യം എളുപ്പമുള്ള പൂക്കൾ, കുറച്ച് അധികമുള്ള പൂക്കൾ അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്പാടിയാണെങ്കിൽ വെള്ള ജമന്തി കുറച്ച് നേരമായി കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ പതുക്കെ മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും അജേട്ടനും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടന് പേഷ്യൻ്റ് വന്നിട്ട് അകത്തോട്ട് പോയിട്ടോ. അപ്പോഴത്തേനും ഞാൻ എന്താ ഓടിപ്പോയി ഗേറ്റ് തുറക്കുമായിരുന്നു കേട്ടോ. ഗേറ്റൊക്കെ തുറന്നിട്ടില്ല. രാവിലെ തന്നെ എഴുന്നേറ്റപാട് നമ്മൾ ഈ പൂവൊക്കെ സെറ്റ് ചെയ്യേണ്ട തിരക്കിലായിരുന്നു കേട്ടോ. മുറ്റമൊക്കെ തൂക്കാനുണ്ട്, ഒരുപാട് പണിയുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പൂക്കളം ഇത്ര ലേറ്റായിട്ട് ഇടുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം പൂവൊക്കെ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്തെടുത്ത് അതേപോലെ പിച്ചിടേണ്ടത് അങ്ങനെയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് രാവിലെ ഒന്ന് എന്താ പറയുക തൂത്ത് തുടച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൂക്കളം വരഞ്ഞ് പെട്ടെന്ന് പൂവിടും. എന്തായാലും ഒരു 7-8 മണീൻ്റെ ഉള്ളിൽ പൂക്കളം എന്താ പറയുക പരിപാടിയൊക്കെ കഴിയും കേട്ടോ. എൻ്റെ കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ്. പക്ഷെ ആദ്യമാണ് ഇങ്ങനെ എന്താ പറയുക ഇത്രയും ലേറ്റായിട്ടാവും. അതാണെങ്കിലും ഒരുപാട് പൂവുണ്ട് ഇത്തവണ കേട്ടോ മേടിച്ച് കൂട്ടിയത്. അപ്പോൾ 10 തരമുണ്ട്. ഇത് സെറ്റ് ചെയ്യേണ്ട തത്രപ്പാടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയി വരുന്നപ്പോഴത്തേക്കും സമയം ഒരുപാട്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 8 മണി കഴിയുമ്പോഴത്തേനും പൂ ഏതാണ്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പീഡിലാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അമ്പാടി കുറച്ച് നേരം പൂവൊക്കെ ആക്കിയിട്ട് പിന്നെ അകത്തോട്ട് പോയിട്ട് കളിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലും അവൻ്റേതായ കളികളായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ചൊക്കെ എനിക്കിങ്ങനെ ഉതിർത്തിടാനും സഹായിച്ചായിരുന്നു. കുഞ്ഞല്ലേ അവൻ. അപ്പോൾ എന്താ പറയുക അവനെ കൊണ്ടാകുന്ന പോലെയൊക്കെ എനിക്ക് സഹായിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ ആദ്യം ഓറഞ്ച് ചെട്ടിയും അതുപോലെ മഞ്ഞ ചെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ സിസേഴ്സ് വെച്ച് അത് കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റൊക്കെ ആണെങ്കിൽ പുറകിലൊക്കെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു കവറിലോട്ട് ഒരു സൈഡിലോട്ട് വെക്കേട്ടാ, എനിക്കിതൊന്ന് വൃത്തിയാക്കി പണി കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് മൈൻഡ് ചെയ്യാണ്ട് മൂപ്പര് ഇരുന്നിട്ട് അത് പൂപ്പ് വെട്ടുക പുറത്തേക്ക് ബാക്കിലേക്ക് ചാടുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അമ്പാടീൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചൊക്കെ മൂപ്പരാക്കിയിട്ടുണ്ടായിരുന്നു, എന്നാലും വെള്ള ജമന്തി ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്തു. അതിന് ശേഷം പിന്നെ റോസും അതുപോലെ മഞ്ഞ ജമന്തിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ്റെ കയ്യിൽ മഞ്ഞ ജമന്തിയും അമ്പാടീൻ്റെ കയ്യിൽ റോസും ഏൽപ്പിച്ചിട്ട് അത് രണ്ടും ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ ഇവിടുന്ന് മല്ലികയൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുമായിരുന്നു. ഏട്ടനാണെങ്കിൽ ചെയ്ത് വെച്ചത് കണ്ടോ, മല്ലിക മല്ലികയ്ക്ക് നീറ്റായിട്ടല്ല ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ പിച്ചിട്ടിട്ട് ഒരു നീറ്റല്ലാത്ത പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് ക്ഷമയോടെ ചെയ്യണം കേട്ടോ. അങ്ങനെ അത് ഞാൻ എന്താ പറയുക ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു 8 മണി കഴിഞ്ഞ് പിന്നെ ഞാൻ പൂക്കളൊക്കെ തീർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് പൂക്കളം ഇട്ട് തുടങ്ങി കേട്ടോ. കാരണം ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അങ്ങനെ ആദ്യം തന്നെ മല്ലികയായിരുന്നു ഇട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോഴത്തേനും അമ്പാടി ഇതാ ബേക്കിലിരുന്ന് കളിയായിരുന്നു. അവനൊരു ചൂച്ചു ട്രെയിൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ കൊണ്ടുള്ള കളിയായിരുന്നു. പിന്നെ ഞാൻ അവിടെ ട്രൈപ്പോഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനും അജേട്ടനും കൂടെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും മണിയടിയുടെ സൗണ്ട് കേട്ട് പിന്നെ ഏട്ടാ നോക്ക് എവിടുന്ന് ഓണപ്പട്ടം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി കേട്ടോ. അപ്പോഴത്തേനുമാണ് നമ്മുടെ ഓണപ്പട്ടം വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ കല്യാണത്തിന് ശേഷം 4-5 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ ഓണപ്പട്ടം വരുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ മുന്നേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാഴിയിൽ അരിയൊക്കെ കൊണ്ടുവരുന്ന പോലെ ഞാനും അടുക്കളയിൽ പോയി നാഴിയിൽ അരിയൊക്കെ എടുത്തു വന്നു. പിന്നെ ഏട്ടൻ പൈസയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറിയൊക്കെ തൊട്ട് തന്നു, അതേപോലെ പൂവൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പാടിയാണെങ്കിൽ കണ്ട് പേടിച്ചിട്ട് പേടിയാണോ എന്താണെന്ന് അറിയില്ല, കുറച്ച് ബേക്കോട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനെ എടുത്തേ പിന്നെ എൻ്റെ അടുത്ത് തന്നിന്ന് എന്താ പറയുക ഇങ്ങനെ കുറേ സമയം ഓണപ്പട്ടനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഒച്ചപ്പാടോ ബഹളോ കരച്ചിലോ ഒന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ അരിയൊക്കെ കൊടുത്തു, പൈസയൊക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് കുറിയൊക്കെ തൊട്ട് വന്നു. അപ്പോൾ ഓണപ്പൊട്ടൻ അങ്ങ് പോയിട്ടോ.
അപ്പോഴത്തേനും പിന്നെ നമ്മൾ ബാക്കിയുള്ള പൂവൊക്കെ സെലക്ട് ചെയ്ത് ഇടുമായിരുന്നു. അപ്പോൾ റെഡിൻ്റെ അടുത്ത് എന്താ പറയുക വൈറ്റ് കളറാണ് കുറച്ചും കൂടെ മേച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒരുവിധം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പൂവൊക്കെ ഏട്ടന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഏകദേശം ഒരു ഐഡിയ തന്നേ പിന്നെ ഏട്ടൻ അങ്ങോട്ട് പോയിട്ടോ. പിന്നെ ഞാനായിരുന്നു ഇടുന്നത്, കാരണം സമയം ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം നീ ബാക്കി സെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇഷ്ടത്തിനുമാണ് ബാക്കി ഞാൻ ഇടുന്ന കേസ്. എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല കേട്ടോ. എനിക്ക് അപ്പം മനസ്സിന് തോന്നുന്ന പോലെ ഞാൻ അങ്ങ് ഇട്ടുവാണ്. കാരണം എന്താ പറയുക, നമ്മളൊരു ജസ്റ്റ് ഒരു ബേസ് പോലെ ഇങ്ങനെ വരച്ചായിരുന്നു കേട്ടോ. ഒട്ടും പ്ലാനല്ല, കാരണം ഹറിബറിയായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്പാടിയുടെ പെൻസിൽ വെച്ചിട്ടാണ്, സാധാരണ നമ്മൾ നോർമൽ നോട്ട്ബുക്കിൽ എഴുതുന്ന പെൻസിൽ വെച്ചിട്ടാണ് വരഞ്ഞത്. കാരണം ചോക്കൊന്നും ഇല്ലായിരുന്നു. ചോക്ക് വെച്ചിട്ട് ഈ എന്താ പറയുക മാർബിളിൽ വരഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് തന്നെ അറിയാൻ പാടില്ല. കഴിഞ്ഞ കൊല്ലം അങ്ങോട്ട് ഞാൻ വരഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. വരയ്ക്കാൻ പറ്റുന്നില്ല. പെൻസിൽ വെച്ചിട്ടാണെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. ഈ ഒരു മാർബിളിൽ വെച്ചിട്ട് വരയുമ്പോൾ വലിയ മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങ് എന്താ പറയുക, എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ തന്നെ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. എന്താ പറയുക, വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പൂക്കളം ഇടാനായിട്ട്. പിന്നെ ഒന്നാമത് നമുക്ക് സമയം തെറ്റിയല്ലോ, പിന്നെ എങ്ങനെയെങ്കിലും പൂക്കളം തീർക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിനടുത്തുള്ള ചേച്ചിയും മക്കളും ഒക്കെ വന്നായിരുന്നു കേട്ടോ. അവർ മദ്രസയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴാണോ എന്താണെന്ന് അറിയില്ല. അപ്പം പൂക്കളൊക്കെ വന്ന് നോക്കിയായിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ ഞാനിത് ഒരുവിധം പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ സിറ്റ് ഔട്ടിലാണെങ്കിൽ ഇങ്ങനെ പൂവിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ മേടിച്ചത് കുറച്ച് അധികമായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് പൂവുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിക്കാണ് പൂവ് ഇട്ടിട്ടുള്ളത്, കാരണം അത് തീരുന്നില്ല ഗൈസ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും തീർക്കണമല്ലോ എന്ന് കരുതിയിട്ട് നല്ല കട്ടിക്ക് തന്നെ പൂക്കളം തീർത്ത്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാനും സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും വലിയ പൂക്കളാണ്. നമ്മൾ എന്താ പറയുക, സിറ്റ് ഔട്ട് ഒന്ന് അറിഞ്ഞെന്ന് വേണേൽ പറയും. അത്രയും വലിയ പൂക്കളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 10 മണിൻ്റെ മുന്നേ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അജേട്ടൻ്റെ ആയിരുന്നു. ഓണം സ്പെഷ്യലായിട്ട് ഇന്ന് കറിയായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പുട്ടും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 8:30 ആകുന്നപ്പോഴത്തേക്ക് ഏട്ടൻ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പം ഏട്ടൻ നേരെ മാർക്കറ്റിൽ പോയി ചിക്കനൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. ചിക്കൻ കറിയും അതേപോലെ പുട്ടും ഏട്ടൻ്റെ ആയിരുന്നു. പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ പൂക്കളിടലും പരിപാടിയായിരുന്നു. ഏട്ടൻ നൈസായിട്ട് എഴുന്നേറ്റ് പോയതായിരുന്നു ഗൈസ്. എനിക്ക് വലിയ ടാസ്ക് ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നെക്കൊണ്ടാവുന്ന തരത്തിലൊക്കെ ഞാനൊരു പൂക്കളം ഇതാ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഓടിപ്പോയി അമ്പാടീനെ കുളിപ്പിച്ചു. ഞാൻ കുളിച്ച് വന്നു, റെഡിയായി. ഇത്തവണ നമുക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല, കാരണം എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഞാൻ പോകാത്ത കാരണം അമ്പാടി ഏട്ടനും പോയില്ല ഇത്തവണ കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, ഡ്രസ്സൊക്കെ ഇട്ടു സെറ്റായി. അപ്പോൾ ഏതാണ്ട് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പാടിക്കാണെങ്കിൽ ചെറിയ മേൽച്ചൂട് തോന്നിയിട്ട് അജിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പാരസെറ്റമോൾ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഒരേ വാശിയായിരുന്നു ഡ്രസ്സ് ഇടില്ല എന്നുള്ളത്. കാരണം ഓണക്കോടി ഓൾറെഡി അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഞാനിപ്പം സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ഒരു കേരള ഡ്രസ്സ്, അതായത് നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സായിട്ടുള്ള മുണ്ടും ഷർട്ടൊക്കെ ഇടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. അവന് അമ്പിനും വില്ലിനും നടക്കുന്നില്ല കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് കൺവിൻസ് ചെയ്ത് അങ്ങനെ അവനൊക്കെ ഒരു ഡ്രസ്സൊക്കെ ഇടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഒരു 12:15 ആയ പിന്നെ ഇറങ്ങാൻ നേരത്തായിരുന്നു അച്ഛൻ്റെ വിളി കേട്ടോ. അവർ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന്, അജേട്ടൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അകത്തോട്ട് കയറിയില്ല, കാരണം കയറിയാലേ ഡ്രസ്സൊക്കെ അവൻ അയച്ച് മാറ്റും കേട്ടോ. അതുകൊണ്ട് മുറ്റത്ത് നിൽക്കുമ്പോഴത്തേനും ആണെങ്കിൽ അച്ചും എസമോളും അതേപോലെ അസ്നുവേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവർ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേനും അമ്പടിക്ക് ഇത് ഓണക്കൊടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസമോക്കളെന്ന് ഞങ്ങൾ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവർക്കാണെങ്കിൽ പോകേണ്ട തിരക്കായിരുന്നു കേട്ടോ. അവർ അമ്പലത്തിലൊക്കെ പോയി വടകര ലോകനാർക്കാവിലൊക്കെ പോയി വരുമ്പോഴത്തേനും ഒത്തിരി ലേറ്റായി. അപ്പോൾ അവർക്ക് ഇത്തവണത്തെ എന്താ പറയുക ഓണം പുറമേരിയായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ എത്തണം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് അവർ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും അമ്പാടി ഇത് വാശി പിടിച്ച് അവൻ്റെ ഡ്രസ്സൊക്കെ മുണ്ടൊക്കെ അയച്ച് ചാടി അവനിതാ ഈ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, വേറെ രക്ഷയില്ല, കരഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. മുഖമൊക്കെ കണ്ട. അപ്പോൾ കുറച്ച് സമയം കരഞ്ഞൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഉറങ്ങാൻ തുടങ്ങിയിട്ടോ വണ്ടിക്കകത്തിരുന്നിട്ട്. അപ്പോൾ നമ്മൾ ഇത്തവണത്തെ ഓണം എന്താ പറയുക സദ്യ നമ്മൾ ഓൾറെഡി ഗായത്രി ഹോട്ടൽ, നമ്മൾ വടകരയിലെ 3 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അജേട്ടൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ അജേട്ടൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത കാരണം ഒരു 12:30 ആ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും തൊട്ടടുത്ത് പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും പാപ്പനും ഷൈമേൻ്റെയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇത്തവണത്തെ ഓണം സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഗായത്രിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കുറച്ച് നേരം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു.
അതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. അപ്പോൾ അടിപൊളി സദ്യയായിരുന്നു, മോശമില്ലായിരുന്നു. 2 തരം പായസവും അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു കേട്ടോ. എത്ര ഐറ്റംസ് ഉണ്ട് എന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ എണ്ണാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അമ്പാടി എൻ്റെ കൈ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ അവൻ അവിടെ ഇരുന്നിട്ട് എൻ്റെ കയ്യിലുള്ള കാരണം എനിക്ക് മര്യാദയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അജേട്ടൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ട് ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ പാപ്പനും ഷൈമേൻ്റെയും പോയി. പിന്നെ ഞങ്ങളും അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ വണ്ടിക്കകത്ത് കയറുകയാണ് കേട്ടോ. ആദ്യം വിചാരിച്ചു നമ്മൾ ഗായത്രിന്ന് എന്താ പറയുക പാർസൽ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി വിട്ട് കഴിച്ചാലോ എന്ന്. പിന്നെ അതൊരു വൈബ് ഉണ്ടാവില്ലല്ലോ, അവിടെ ഇരുന്ന് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലതെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് തന്നെ കഴിച്ചു. അങ്ങനെ നമ്മൾ വടകര ടൗണിലൂടെ പോകുമ്പോഴത്തേനും ഒച്ചയും ബഹളവും എന്താ പറയുക ആൾത്തിരക്കോ ഒന്നുമില്ല കേട്ടോ. ഫുള്ള് സൈലൻ്റ് ആണ്, വാഹനങ്ങളൊക്കെ കുറവാണ്. ഇവിടെയൊക്കെ നമ്മൾ എന്താ പറയുക ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അതിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേനും എന്താ പറയുക ഒട്ടും തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആൾക്കാരൊന്നും കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഒരു പ്ലാൻ മാറ്റിയിട്ടോ, പ്ലാൻ ബി ആക്കി. അതായത് നേരെ അജേട്ടൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയി. അപ്പോൾ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഗായത്രിയിൽ. അപ്പോൾ അമ്മ വരുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടി അപ്പോഴും ഉറക്കമായിരുന്നു. നമ്മൾ ഒരു 3-3:30-4 മണീൻ്റെ അടുത്ത് ഏതാണ്ട് അമ്മേൻ്റെ അടുത്ത് ഇരുന്നു കഥയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴും അമ്പാടി നല്ല ഉറക്കമാണ് കേട്ടോ. നല്ല ഉറക്കം എന്ന് വെച്ചാൽ നല്ല ഉറക്കം, എഴുന്നേക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിൽ പോയി ഒരു 5-5:30 ആയി കേട്ടോ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും പിന്നെ കുന്നുമക്കരയിൽ വിളിയായിരുന്നു. അമ്മ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാമെന്ന്. അപ്പം ആ ചേട്ടൻ പിന്നെ ഓൾറെഡി ബുക്ക് ചെയ്ത് കാരണം പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ തെളിഞ്ഞ് മൂപ്പര് കേക്കൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോനും എന്താ പറയുക ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്ത് തന്നായിരുന്നു കേട്ടോ അമ്പാടി. അങ്ങനെ അവൻ്റെ ഡ്രസ്സൊന്നും പിന്നെ മാറ്റാൻ നിന്നില്ല. അവൻ അത് തന്നെ മതി എന്ന് പറഞ്ഞ ഒറ്റ വാശിയായിരുന്നു. ഞാനും ഏട്ടനൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് പുതിയ ഉണക്കോടി തന്നെയായിരുന്നു എൻ്റെ ഡ്രസ്സ്. നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വൈകുന്നേരം ഒരു 5-5:30 കഴിഞ്ഞേ പിന്നെയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്പാടി നല്ല വൈബിലായിരുന്നു കേട്ടോ. അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു, ക്ഷീണമൊക്കെ മാറി. എനിക്കൊന്നുമൊക്കെ പോയിട്ട് അവന് ഫുഡൊക്കെ കൊടുക്കാമെന്ന് കരുതി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അമ്പാടിയാണെങ്കിൽ ഇപ്പോൾ പഴയ പോലെ ഒന്നുമില്ല. പണ്ടൊക്കെ അവന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അവനെ ഡ്രസ്സ് ഇടിപ്പിക്കലാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതുപോലെയല്ല, അവൻ്റെ ഇഷ്ടത്തിന് അവന് ഡ്രസ്സ് ഇടണം കേട്ടോ. അപ്പോൾ അവന് ഇഷ്ടം പോലെ ഓണക്കോടി കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക നമ്മൾ മേടിച്ച് കൊടുത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എന്താ പറയുക അവന് ഇഷ്ടപ്പെട്ട ഒന്ന് അവൻ സെലക്ട് ചെയ്തു. പിന്നെ വേറെ ഡ്രസ്സൊന്നും ഇടാനൊന്നും എന്താ പറയുക സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ എത്തിയവിടെ അവന് ഫുഡ് കൊടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. കാരണം എന്താ പറയുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുള്ളൂ, പിന്നെ ഇടയ്ക്ക് കേക്ക് അങ്ങനെയുള്ളതൊക്കെ കഴിച്ചുള്ളൂ കേട്ടോ. ഓണസദ്യ ഒന്നും ഒട്ടും അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് ബിരിയാണി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ പിന്നെ അത് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അമ്മ വേഗം ഏട്ടന് ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കേണ്ട തിരക്കിലായിരുന്നു. ഞാനിത് ചോറ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയോ വലിയ മീനൊക്കെ ഉണ്ട്, സ്രാവോ ഇതൊക്കെയോ. അമ്പാടിക്കാണെങ്കിൽ മീന് വലിയ താല്പര്യമില്ല, ചിക്കനാണ് എന്നാലും ഇഷ്ടം കേട്ടോ. അങ്ങനെ കൂന്തളൊന്നും അവൻ കഴിക്കത്തുമില്ല. അങ്ങനെ കുറച്ച് ബിരിയാണിയും അതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് അവന് കൊടുക്കുമായിരുന്നു കേട്ടോ. ശ്രീമോളാണെങ്കിൽ വിളക്കൊക്കെ കത്തിച്ചത് അതൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പാടി ശ്രീമോളും ബോളൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണത്തെ ഓണം എന്താ പറയുക കാര്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക എനിക്ക് ഇന്നലെയാണെങ്കിലും ഫസ്റ്റ് ഓണത്തിൻ്റെ അന്ന് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെ അന്ന് വീട്ടിലോട്ട് വരായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗിരീഷേട്ടനൊക്കെ വന്നായിരുന്നു കേട്ടോ. ഏട്ടൻ അറിഞ്ഞില്ല എന്താ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ മുറ്റത്ത് ഇരുന്ന് അമ്പാടീൻ്റെ ബോളും മുറ്റത്ത് വീഴുന്നത് എന്താ പറയുക എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് നിൽക്കുമായിരുന്നു കുറേ സമയം. അമ്മയാണെങ്കിൽ ആപ്പിൾ ജ്യൂസ് കൊണ്ടാ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ കളിച്ച് സമയം പോയി. ലാസ്റ്റ് എന്താ പറയുക മുത്താറി പോലെ ആക്കിയിട്ടുണ്ട്. മുത്താറീൻ്റെ ആ ഒരു കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കുടിച്ച് ഗ്ലാസ്സൊക്കെ കൊണ്ടുവച്ചു. പിന്നെ അമ്പാടീൻ്റെ കൂടെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് സമയം. പിന്നെ അമ്പാടിക്ക് ശ്രീമോൾ കുറേ തോണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കളിയും പിന്നെ ഏട്ടൻ്റെ പുറകെ ഓട്ടാനോട്ടോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ കുറേ സമയം. ശരിക്കും പറഞ്ഞാൽ ഇത്തവണത്തെ ഓണം ശരിക്കും ഹറി ബറി ആയിട്ടുള്ള കാര്യമായിരുന്നു. കാരണം എന്താ പറയുക ഒട്ടും സമയമില്ല കിട്ടാത്ത പോലെ പല കാര്യങ്ങൾക്കും ഇങ്ങനെ ഓട്ടപ്പാച്ചിലായിരുന്നു. കാരണം ഡ്യൂട്ടിക്ക് എല്ലാം കൂടെ പോകുന്ന കാരണം എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു ഫോട്ടോസും വീഡിയോസിനൊക്കെ വേണ്ടി പോസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 7-8 മണിയായപ്പോൾ അമ്പാടിക്ക് നൈസായിട്ട് ചൂടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു പെട്ടെന്ന് കഴിച്ചു എന്ന്. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇല വിരിച്ചു ചോറ് കഴിക്കാൻ തുടങ്ങിയ പിന്നെ അമ്പാടി ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടായിരുന്നു, പനിയുടെ ലക്ഷണമൊക്കെ കേട്ടോ. അങ്ങനെ അച്ഛൻ ഇത് പെട്ടെന്ന്
എന്താ പറയുക ബിരിയാണിയൊക്കെ പ്ലേറ്റിലൊക്കെ ആക്കി തന്നു. ഞാൻ ഇതെല്ലാം കൊണ്ടുപോയി വെച്ചു. അപ്പോൾ പിന്നെ ഞാനുമായിട്ടാണ് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ആദ്യം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ കുറേ കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അവരെ സമയമായിട്ടില്ലാന്ന്. അമ്പാടിക്കാണെങ്കിൽ നേരത്തെ ചോറ് ബിരിയാണി കഴിച്ച കാരണം അവന് പിന്നെ ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക കുറച്ചൊന്ന് കഴിച്ചതേ ഉള്ളൂ. അപ്പോഴത്തെ പിന്നെ ഏട്ടനൊക്കെ ടെൻഷനായി. അമ്പാടിക്ക് ടെമ്പറേച്ചറൊക്കെ കൂടി. അപ്പോൾ പിന്നെ നമ്മൾ വേഗം തിരിച്ച് വീട്ടിൽ പോയിട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട്. അങ്ങനെയായിരുന്നു ഇത്തവണത്തെ ഒരു ഹറി ഓണായിരുന്നു. എന്താ പറയുക ഒട്ടും സമയം കിട്ടാത്ത പോലെയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണം, എന്നാലിട്ട് ഒത്തിരി ടൈമില്ല. ഇത്തവണത്തെ ഓണപ്പൂക്കളൊക്കെ കുറച്ച് ലേറ്റായി. എന്താ പറയുക ഇനി അടുത്ത തവണ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താം ഇതിലുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഓണത്തിൻ്റെ അന്ന് എന്താ പറയുക നൈറ്റ് നമുക്ക് പൂക്കളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല. കാരണം ആ ചേട്ടൻ്റെ അമ്മേൻ്റെ അടുത്തായിരുന്നു രാത്രിയൊക്കെ. പിന്നെ അവിടുന്ന് കഥയൊക്കെ പറഞ്ഞ് കുറേ ലേറ്റായി കേട്ടോ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതൊക്കെ കൊണ്ട് കുറച്ച് ലാഗായി എന്താ പറയുക നമ്മുടെ പൂവൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഓണപ്പൂക്കളം നമ്മൾ ഓണവും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂ വാരുന്നത് കേട്ടോ. അത്രയും വലിയ പൂക്കളം തീർത്തിട്ട് വാരാൻ തോന്നിയില്ല. അങ്ങനെ 2 ദിവസമൊക്കെ ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. അതിനുശേഷം അമ്പാടി ഇത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കവറൊക്കെ കൊടുത്ത് അവനിത് പൂവൊക്കെ വാരുമായിരുന്നു. പിന്നെ ഒഴുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ഒരു ഹറിബറി ഓണായിരുന്നു ഗൈസ്. എല്ലാം ഇപ്പോൾ ഒരുപോലെ ഇല്ലല്ലോ. അപ്പോൾ 2024 ഓണം ഇങ്ങനെയായിരുന്നു ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അമ്പാടിയുടെ കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, ലവ് യു ഓൾ.